മനുഷ്യ വന്യമൃഗ സംഘർഷം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് CAG റിപ്പോർട്ട്. വനം വനേതര ഭൂമി വേർതിരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും CAGയുടെ റിപ്പോർട്ടുണ്ട്. വയനാട്ടിൽ വനഭൂമി കുറഞ്ഞുവെന്നും CAGയുടെ കണ്ടെത്തൽ. മനുഷ്യ മൃഗസംഘർഷം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് CAG റിപ്പോർട്ട് പറയുന്നത്. മൃഗങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ഉറപ്പാക്കിയില്ല. ഇതെല്ലാം ഉറപ്പാക്കാത്തത് മനുഷ്യമൃഗ സംഘർഷം വർദ്ധിപ്പിച്ചു. വന്യജീവി സെൻസസ് നടത്തിയില്ല. വനഭൂമി വനേതര പ്രവർത്തനങ്ങൾക്ക് നൽകി. പ്ലാന്റേഷന്റെ ഭാഗമായി ഏകവിള വെച്ചുപിടിപ്പിച്ചത് കാടിന്റെ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചു. ആനത്താരകൾ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. വനമേഖലയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ വനംവകുപ്പ് പരാജയപ്പെട്ടു. കയ്യേറ്റം തടയാതിരുന്നത് വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കി. മാത്രമല്ല, മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിനും കാരണമായി. ഇതുമൂലം വയനാട്ടിലെ വനവിസ്തൃതി കുറഞ്ഞു. വയനാട്ടിൽ 1950-ൽ 1811.35 സ്ക്വയർ കിലോമീറ്റർ വനമുണ്ടായിരുന്നു. ഇത് 2021-ൽ 863.86 സ്ക്വയർ കിലോമീറ്ററായി കുറഞ്ഞുവെന്നും CAG കണ്ടെത്തി. ആകെ 947.49 സ്ക്വയർ കിലോമീറ്റർ വനവിസ്തൃതിയാണ് കുറഞ്ഞത്. തോട്ടങ്ങൾക്കും കൃഷിക്കുമായി വനഭൂമി ഏറ്റെടുത്തതോടെയാണ് വിസ്തൃതി കുറഞ്ഞതെന്നും CAG കണ്ടെത്തി. ജനം, തിരുവനന്തപുരം.